കായംകുളം ചിറക്കടവം തോപ്പിൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. കായംകുളം ചിറക്കടവം തോപ്പിൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർമാരായ സുബിൻ കെ ആനന്ദ്, ഡോക്ടർ സംഗീത സുബിൻ, കായംകുളം DSP രാജപ്പൻ റാവുത്തർ എന്നിവർ ചേർന്ന് തിരി തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അതേപോലെ തന്നെ 1985 തുടങ്ങിയ ഒരു സ്ഥാപനം ഒരു കോട്ടവും തട്ടാതെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തോപ്പിൽ അവരുടെ മനസ്സിന്റെ നല്ല രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. കാരണം ഏതൊരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ ഏതൊരു സഹായം വന്നാലും നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് ഹോസ്പിറ്റലാണ്. അതേപോലെ തന്നെ എന്തൊരാവശ്യം ഇതിൻ്റെ സുബിറ്റേലെടുത്ത് പറഞ്ഞാലും നമുക്ക് ഉടനടി അത് സാധിച്ചു തരും. ഒന്നും തിരിച്ചിങ്ങോട്ടൊന്നും ചോദിക്കാതെ തന്നെ നമുക്കത് സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ കൊണ്ട് തരും. അപ്പോൾ തീർച്ചയായിട്ടും 30 വർഷമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ ബ്രഹ്മാനന്ദ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഈ കായംകുളത്തുള്ള ആൾക്കാർക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സഹായം വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മൾ എത്ര പണമുള്ള ആളായാലും നമുക്കൊരു അസുഖം വന്നാൽ, വലിയ അസുഖമാണെങ്കിൽ, പനിയല്ല അതുപോലുള്ള വലിയ അസുഖമാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെല്ലാവരും പറയും നമുക്ക് എല്ലാവരും ഉണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളൊരു അസുഖം മൂലം നമ്മൾ 1 മാസം ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഓരോ 5 ദിവസം കൂടുന്തോറും ആൾക്കാർ കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ കാണാൻ വേണ്ടി. അപ്പൊ അതായത് നമ്മൾ ഇത്രയും വലിയ ഒരു വളരെ വലിയ തിരക്കുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാലും നമുക്കൊരു 10 ഫോണേലും വരും. മരിച്ച ആളിനെ കണ്ടിട്ട് ഉടനെ തന്നെ നമുക്ക് തിരക്കാണ്, നമ്മൾ വേറെ യാത്രകളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയും തിരക്കുള്ള ഈ അവസരത്തിൽ നമ്മൾ ആര് തന്നെ ആയാലും നമുക്കൊരു അസുഖം വന്ന് കിടന്നാൽ നമ്മളെ നോക്കാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുപോലെ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യം അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതിനെ സംരക്ഷിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അസുഖം വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും ഏറ്റവും നല്ലത് അസുഖം വരാതെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും. വാർഡ് കൌൺസിലർ പുളിയറ വേണുഗോപാൽ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഗോൾഡി ഉദയൻ, നഗരസഭാ കൌൺസിലർമാരായ S.K. വിശ്വനാഥ്, രാജേന്ദ്രൻ, നസീർ, കവിത രാജേഷ്, പൊതുപ്രവർത്തകരായ ശ്രീനിവാസൻ, മധു ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ അഞ്ജു, ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സംഗീത സുബിൻ, ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹരിറാം, ഡോക്ടർ ശരൺ, ജനറൽ സർജൻ ഡോക്ടർ അരവിന്ദ് ശങ്കർ, ഡോക്ടർ ബ്രഹ്മാനന്ദൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആരോഗ്യ പരിചരണ രംഗത്ത് ഗുണമേന്മയുള്ള സേവനം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. സെർവിക്കൽ ക്യാൻസർ ആൻഡ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന വിഷയത്തിൽ സെമിനാറും പരിശോധനകളും നടത്തി. 4 വാർഡുകളിലെ ആശാവർക്കർമാരെ ആദരിച്ചു. നിർധനരായ 20ഓളം കിടപ്പ് രോഗികൾക്ക് ക്ലിനിക് കിറ്റും ഓണക്കിറ്റും തോപ്പിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ സുബിൻ കെ ആനന്ദും കായംകുളം DSP രാജപ്പൻ റാവുത്തരും ചേർന്ന് വിതരണം ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.